മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാട്ടർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഫോക്ലോർ അവാർഡ് നേടിയ ഫൈസൽ കന്മനത്തെ തിരൂർ പ്രസ് ക്ലബ്ബ് ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരനും മുൻ പ്രസ് ക്ലബ്ബ് അംഗവുമായ ഫൈസൽ കന്മനത്തെ തിരൂർ പ്രസ് ക്ലബ്ബ് ആദരിച്ചു. ഫൈസൽ കന്മനത്തിനുള്ള തിരൂർ പ്രസ് ക്ലബിന്റെ സ്നേഹോപഹാരം സെക്രട്ടറി AP ഷഫീഖ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ കായക്കിൽ അലി, ബഷീർ പുത്തൻവീട്ടിൽ, KP റഹ്മത്തുള്ള, CMC ഖാദർ എന്നിവർ കൈമാറി. പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് ഗായകനും എഴുത്തുകാരനും കവിയുമായ ഫൈസൽ കന്മനത്തിന് നമുക്കറിയാം ഈ വർഷത്തെ ഫോക്ലോർ അവാർഡ് നേടിയ വിവരം. അതിൽ ആദ്യം തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു തിരൂർ പ്രസ് ക്ലബിന് വേണ്ടിയിട്ടും. ഈ പരിപാടിയിലേക്ക് വിശിഷ്ടാതിഥിയായിട്ടാണ് നമ്മൾ ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ഫൈസൽ കന്മനത്തെ ക്ഷണിച്ചിട്ടുള്ളത്. ഫൈസൽ വെറും ഒരു മാപ്പിളപ്പാട്ട് രചയിതാവോ ഗായകനോ മാത്രമല്ല, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്ന് പറയുന്നത് തെറ്റാറില്ല. കാരണം അദ്ദേഹം നല്ലൊരു നടനാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൽബങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടക്കം മുതലേ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവസാനമാണ് ഇപ്പോൾ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ളത്. ഫൈസലിൻ്റെ ഓരോ പുരോഗതിയും ഓരോ കാൽവെപ്പുകളും മുന്നോട്ട് നിൽക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാറുണ്ട്. ഏതായാലും സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ പ്രിയ അനിയന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഒരുപാട് മുന്നോട്ട് പോകാനും ഇതിലും വലിയ അവാർഡുകൾ കരസ്ഥമാക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. ഫോട്ടോഗ്രാഫർ തന്നെ ഫൈസലിനെ വിളിച്ചില്ല. എന്താത്ത മാതിരി ഒരുപാട് ഫോട്ടോഗ്രാഫർമാരൊന്നും ഇല്ലാത്തൊരു കാലത്ത് എന്ത് പരിപാടി വീഡിയോ നടന്നാലും അതിൻ്റെ ഫോട്ടോ ഫൈസൽ തന്നാൽ മാത്രമേ പത്രത്തിൽ വരുമായിരിക്കും. അങ്ങനത്തെ ഒരു കാലമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബഷീർക്കൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എന്ത് കഴിവാണ് ഈ കലാരംഗത്ത് ഫൈസലിൽ ഇല്ലാത്തതെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. പിന്നെ പല പേരും കൂടി ആയാലുള്ള ഒരു കുഴപ്പമാണ്. ഞാൻ ഈ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. പിന്നെ ഒരാളായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മളെ ഫൈസൽ കന്മനാണല്ലോ ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ്. ചടങ്ങിൽ AP ഷഫീഖ്, വിനോദ് തലപ്പള്ളി, ജയ്സൽ വെട്ടം, റഷീദ് തലക്കടത്തൂർ, കായക്കിൽ അലി, ബഷീർ പുത്തൻവീട്ടിൽ, KP റഹ്മത്തുള്ള, CMC ഖാദർ, സഫീർ ബാബു, ജലീൽ വൈരങ്കോട്, റിഫ ഷലീസ്, റാസിഖ് വെട്ടം തുടങ്ങിയവർ സംസാരിച്ചു. ഫൈസൽ കന്മനം മറുപടി പ്രസംഗം നടത്തി. കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് എൻ്റെ നെടുവീർപ്പുകളോളം എന്നോട് അടുത്ത് നിൽക്കുന്ന, എനിക്ക് വേണ്ടി എൻ്റെ ഉച്ചവെക്കുന്ന കാലത്ത് വാർത്തകളിലൂടെ എന്നെ അടയാളപ്പെടുത്തിയ ഒരു തുള്ളിയിലൊരു കടൽ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ തുള്ളിയിലും ഓരോ കടൽ പോലെയാണ് എനിക്ക് കലാമേഖലയിൽ ഉള്ള പ്രോത്സാഹനം തന്നിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള അവസ്ഥകൾക്ക് എന്താണെന്ന് അറിയില്ല. തിരൂരിലെ പത്രപ്രവർത്തകർ എനിക്ക് തന്ന ഒരു പ്രോത്സാഹനം എന്താണെന്ന് അറിയണമെങ്കിൽ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇത്ര നമ്മളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ ഞാൻ അങ്ങനെ ആലോചിക്കലില്ല. നമ്മളൊരു കഥ എഴുതി നമ്മൾ മരിച്ചു പോയിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ കാര്യങ്ങളെ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പല രീതിയിൽ എന്നെ കണ്ട വീക്ഷണങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതിലുപരി ഞാൻ ഈ കല ഉപയോഗിക്കുന്നത് നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിലൂടെ കേട്ട് അതിൽ കൃത്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബാക്കിയുള്ളത് ഞാൻ ഒഴിവാക്കി കളയും. ഉസ്മാൻകുട്ടിയാക്കാക്ക് അവാർഡ് കൊടുത്തപ്പോഴേ ആരോ എന്ന് പറഞ്ഞ് ഒരു അവാർഡ് കിട്ടിയിട്ട് ഈ ഭാഗത്തോട് കേട്ട് അപ്പുറത്തു കൂടി വിടണമെന്ന്. ആ അവാർഡിൽ നമ്മൾ ഉയർന്നുന്ന അടുത്ത ക്രിയേഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു കൂട്ടായ്മ ഞാൻ പിന്നെ ഇതിൽ കാണുന്നത്, കലയിൽ കാണുന്നത് ഒപ്പനയാണെങ്കിലും മാപ്പിളപ്പാട്ടാണെങ്കിലും അതിൻ്റെ പ്രാസങ്ങളിലൂടെ കോർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒപ്പനയിൽ ഒരുമിച്ച് കളിക്കാൻ പറയുമ്പോൾ ചിരിക്കാൻ പറയുമ്പോഴൊക്കെ കാണുന്നത് മനുഷ്യർ ഒന്നാവുക, മനുഷ്യർ സന്തോഷിക്കുക, ഒരു പാട്ടുകൊണ്ട് തുന്നിച്ചേർക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഓരോ ആളുകളും എനിക്ക് മുന്നോട്ട് ചലിക്കാനുള്ള വഴി തന്നിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി നന്ദിയോട് ഓർത്തുകൊണ്ട് ഈ തന്ന സ്വീകരണത്തിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ മതങ്ങൾ, ജാതികൾ, പല മാതിരി മാമൂലുകൾ, പലതിലും പെട്ടകന്ന് നമ്മൾ പല വഴിക്ക് യാത്രയായി
എങ്കിലും നാം ഒടുവിലെത്തണ തീരമൊന്നല്ലേ, ഏത് നദിയും ഒഴുകിടുന്നത് കടലിലേക്കല്ലേ. ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ, ആരുമാരും അന്യരല്ല, ചോരയൊന്നല്ലേ. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചിലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു NERGY 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ്, പയ്യന്നങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847 300 120.